ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, നമ്മുടെ കൃഷിയെ പറ്റിയൊക്കെ തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അയ്യത്തെ കൃഷിയായിട്ടാണ് കേട്ടോ. എന്നാൽ ചോദിക്കുമ്പോൾ ഒരുപാടുണ്ടോ? അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഡെയിലി വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ടൈം ഒരു 10-11 മണിയായിട്ടുണ്ട്. കോഴിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്നാണ് കോഴിയുടെ വിചാരം. അതുകൂടാതെ തന്നെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ അല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം വെളുപ്പിനെ മുതലേ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പറമ്പൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ മഴ പെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ പൊടിച്ച് ചാറി നിൽക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ ജപ്പാൻ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മോട്ടറിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ കൃഷിക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അങ്ങനെ ഒരുപാട് അതേസമയം നമ്മൾ ജപ്പാനാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിക്കാൻ പറ്റും. അപ്പം ജപ്പാനെല്ലാം നമ്മൾ മോട്ടറിൽ നിന്ന് എടുത്ത് ഇങ്ങനെ അടിക്കുന്നതായതുകൊണ്ട് നമുക്കങ്ങ് ഒരുപാട് അങ്ങനെ അടിക്കത്തില്ലല്ലോ. അപ്പം ജപ്പാനില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൃഷി നന്നായിട്ടൊന്നും നനയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നമുക്ക് പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമുക്ക് മഴ പെയ്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ടേ നമ്മുടെ ചീരക്കുട്ടന്മാർ നമ്മുടെ വെണ്ടയ്ക്കും ഒക്കെ ഒന്ന് അത്ര ഉന്മേഷത്തോടെ ആയിരുന്നില്ല കേട്ടോ നിന്നിരുന്നത്. പക്ഷേ മഴ പെയ്തതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. കോഴിക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല, മിണ്ടാണ്ടിരുന്നോ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ വേറൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന കാരണം പാട്ടിൻ്റെ റെക്കോർഡുകൾ കാരണമാണ് കേട്ടോ ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂഡൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ കൃഷികളുമായിട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ വെറുതെ അയ്യത്തോടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കിളിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. ആരുടെയിലൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇതിനിടയ്ക്ക് മുടി ഭയങ്കര ഡിസ്റ്റർബാണ്, അതാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടിയിൽ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ അയ്യത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയ്യത്ത് കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഉണ്ട് എന്നുള്ളത്. ചീര, വെണ്ടയ്ക്ക, പാവൽ, പയറ്, വഴുതണങ്ങ, പിന്നെ അമരയ്ക്ക പയറുണ്ടല്ലോ, നമ്മുടെ ഇവിടെ അമരയ്ക്ക എന്നാണ് പറയുന്നത്, എല്ലായിടെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസവും ഇതിനകത്തു നിന്നൊക്കെ കുറേയൊക്കെ പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം വീണ്ടും ഇങ്ങനെ പാകമായി വരാറുള്ളതുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ പാകമായി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇഞ്ചിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കോട് ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പിന്നീടാണ് ശ്രദ്ധിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഫാഷൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മളിതെല്ലാം പറിച്ച് കളഞ്ഞതാണേ. വീണ്ടും ഇങ്ങനെ പൊട്ടിക്കളിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം അതിനകത്ത് ഇങ്ങനെ കായൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്തുണ്ടല്ലോ നല്ല രീതിയിൽ മഴ ചാറി നന്നായിട്ടൊന്ന് മഴ കൂടുതലാവാൻ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ചാറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചാറി കൂടുന്നുണ്ട്. ഈ വെണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മഴ കൂടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ. കാരണം മഴ കാരണം എനിക്ക് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് നനയും. അപ്പം ഇനി ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പനി പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.